ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൂടാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കാം. 9ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. സോ നേരെ ഞാൻ ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. മക്കളെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റൂട്ട് 2 വരുന്ന റൂട്ട് 3 വരുന്ന ടോപ്പിക് ആണ്. പ്രിയപ്പെട്ട മക്കളെ, ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. റൂട്ട് 2ന്റെ റൂട്ട് 3ന്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. ആൻഡ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1.732 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നത്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കിഡ്ലൻ ട്രിക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യന്റെ ചിത്രം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ചിത്രം. ചോദ്യം ഞാൻ കൃത്യമായിട്ട് വായിച്ചുതരാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? AC എന്ന് പറയുന്ന വശത്തിന്റെ നീളം എത്രയാണ്? സിമ്പിൾ ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന സൈഡ് 1 ആണ്. ഈ കാണുന്ന സൈഡ് 1 ആണെങ്കിൽ ഈ കാണുന്ന സൈഡ് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 2 ആണ്. മക്കളെ, അടുത്ത കാര്യം മുതലാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇവിടെ 1 ആയിരിക്കും തരുന്നത്. ഈ രീതിയിൽ വരുന്ന എല്ലാ ചിത്രവും ഇവിടെ 1 ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കാണുന്ന എല്ലാ സൈഡും ഇങ്ങനെ കൂട്ടി എഴുതി പോകാം. ഓക്കെ, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. അപ്പൊ ഇത് 1 റൂട്ട് 2. അപ്പൊ അടുത്തത് എന്താ വരിക? റൂട്ട് ഓഫ് റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ 2 ആണ്. 2 പ്ലസ് 1 റൂട്ട് 3 വരും. റൂട്ട് 3 റൂട്ട് 4 റൂട്ട് 5. ഈ രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത്. സോ അടുത്ത ചോദ്യം, AD ആൻഡ് AF എന്ന് പറയുന്ന വരയുടെ ലെങ്ത് എത്ര? AD യുടെ ലെങ്ത് റൂട്ട് 3 ആണ്. AFന്റെ ലെങ്ത് റൂട്ട് 5 ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ ADE? ട്രയാങ്കിൾ ADE എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് നമുക്ക് നോക്കാം. ADE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 4. 1 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 3 പ്ലസ് റൂട്ട് 3. ഓക്കെ, അടുത്തത് ADF ആണ്. ട്രയാങ്കിൾ AEF. ADF അല്ല, AEF ആണ്. AEF എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആണ്. AEF ദാറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് 4 പ്ലസ് റൂട്ട് 5. ദാറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് 4 പ്ലസ് റൂട്ട് 5. ഇത് ഏതാ നിങ്ങൾക്ക് കിട്ടും? 1 പ്ലസ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1 പ്ലസ് 2 പ്ലസ് റൂട്ട് 5. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് 5 ആണ്. ഇതിൽ നിന്നും ഇതിന്റെ വ്യത്യാസം ഡിഫറൻസ് കാണാൻ ഒരു പണിയില്ല. വലിയ നമ്പറിന് ചെറിയ നമ്പറിന് കുറച്ചാൽ മതി. സോ 3 പ്ലസ് റൂട്ട് 5 മൈനസ് 3 പ്ലസ് റൂട്ട് 3. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടാൻ മറന്നാൽ ഉത്തരം തെറ്റും. സോ 3 പ്ലസ് റൂട്ട് 5 മൈനസ് 3 മൈനസ് റൂട്ട് 3. സോ എന്തൊക്കെ വെട്ടിപ്പോ? പ്ലസ് 3യും മൈനസ് 3യും വെട്ടി. സോ ഫൈനൽ ആൻസർ ഈസ് റൂട്ട് 5 മൈനസ് റൂട്ട് 3. റൂട്ട് 5ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ 2.23 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിവിടെ കൊടുത്തിട്ട് 2.23 മൈനസ് 1.73 ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. അത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിൽ നിങ്ങളെ ചോദ്യപേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 2. ഇത് മൈനസ് ആണ് കേട്ടോ. ഓക്കെ, ഈ കാണുന്നത് റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ ഈക്വൽ ടു 3 മൈനസ് 2 ഈക്വൽ ടു 1 ആണ്. മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യുക. പ്രൂവ് ദാറ്റ് റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1. എങ്ങനെ ആൻസർ ചെയ്യാം? ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫോർമാറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? റൂട്ട് 2 സ്ക്വയർ. എന്താണ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? 1 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1. പ്രൂവ് ആയി. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ചെയ്താൽ എന്താണ്? ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ, ഈ സെയിം ടോപ്പിക്കിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് 1/√3 പ്ലസ് റൂട്ട് 2ഉം 1/√3 മൈനസ് റൂട്ട് 2ഉം കണ്ടുപിടിക്കാൻ. സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ വരിക അറിയോ? ഇത് ഉപയോഗിച്ചുകൊണ്ട് 1/√2 പ്ലസ് 1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. സിമ്പിൾ ട്രിക്ക് ശ്രദ്ധിച്ചോ. ഈ കാണുന്ന മുഴുവൻ ടേമിനെയും ഇത് ഇൻറ്റു ആണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? ബൈ ആയി. 1/√2 പ്ലസ് 1 ആയി. അത് ഈ കാണുന്ന മുഴുവൻ ടേമിനെ അവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? റൂട്ട് 2 മൈനസ് 1. സോ ഇതിൻ്റെ ആൻസർ റൂട്ട് 2 മൈനസ് 1 ആണ്. അപ്പോൾ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.41. അതിൽ 1 കുറച്ചാൽ 0.41. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അത്രയും സിമ്പിളാണ്. ഇതേ ചോദ്യം നിങ്ങളോട് കാണാൻ പറ്റും. 1/√2 മൈനസ് 1 എന്താണ്? 1/√2 മൈനസ് 1 എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ഞാൻ ചെയ്ത പോലെ ഈ കാണാൻ മുഴുവൻ ടേമിനെ ഈക്വൽ ടു കൊണ്ടുവരാം. അപ്പം എന്ത് കിട്ടി? √2 + 1 =
1/√2 - 1. So that is equal to √2 + 1. അപ്പോൾ 1.41 + 1 that is equal to 2.41. ഒരു A+ ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇതേ രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാണ്. √3 + √2 ഇൻറ്റു √3 - √2 = 1 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x + 5 × x - 5 √3² - √2². സോ എന്ത് കിട്ടും? √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അത് കട്ട് ചെയ്യാം. സോ √2ന്റെ സ്ക്വയർ 2 കട്ട് ചെയ്യാം, 3 - 2 = 1. ഈസി ആയിട്ട് കിട്ടി. അടുത്തൊരു ചോദ്യം എന്താടാ? ഇത് ഉപയോഗിച്ചുകൊണ്ട് 1/√3 + √2 കണ്ടുപിടിക്കാം. 1/√3 + √2, അതായത് ഈ കാണുന്ന മുഴുവൻ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1/, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? √3 - √2. ഇതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം, 1.73 - 1.41. 1.73 - 1.41 എത്ര കിട്ടാ? 0.32 അല്ലേ? 0.32. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ഏബിൾ ആവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പരിപാടി. അത് 1/√3 - √2. അപ്പോൾ എന്ത് കിട്ടും? √3 + √2 കിട്ടും. ഓക്കെ, കാരണം ഈ ടേമിന് അങ്ങോട്ട് കൊണ്ടാൽ ഇതാണ് ബാക്കി ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.73 + 1.41. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14. സെറ്റാണല്ലോ. സോ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഈ കാണുന്ന രീതിയിൽ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും. സോ അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, √12 എന്ന് പറഞ്ഞാൽ എത്രയാടാ? √4 × 3 ആണ്. 12നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. √4 × √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2√3 എഴുതാം. കാരണം √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. √18നെ നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. √9 × 2. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗ സംഖ്യ ആവാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഇതുപോലെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? √6 × 3 എന്ന് എഴുതാം. പക്ഷേ √6 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടൂല. അപ്പം കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ √32 √15 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ √32 എങ്ങനെ ചെയ്യാം? √32 നമുക്ക് വേണമെങ്കിൽ 4 × 8 എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? √4 × √8. √8 നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. കാരണം √4 × √8 നമുക്ക് √4 × 2. അങ്ങനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സോ √16 × 2 എന്ന് എഴുതാം. ഏറ്റവും നല്ല നമ്പർ അതാണ്. 16 × 2. അങ്ങനെ പോസിബിൾ ആയുള്ള എല്ലാ നമ്പറും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ചാടിക്കറി ഉത്തരം എഴുതുന്നതിന് പകരം പോസിബിൾ ആയുള്ള നമ്പേഴ്സ് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടും. √16 എന്ന് പറഞ്ഞാൽ 4 ആണ്, √2. അപ്പോൾ √32 = എന്താണ്? 4 √2 ആണ്. ഇതേപോലെ √50 √25 × 2. സോ √25 പറഞ്ഞാൽ 5 ആണ്. സോ 5 √2. അപ്പോൾ നമുക്ക് മനസ്സിലായി, √32 കിട്ടി, √50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് √50 + √32 എങ്ങനെ കണ്ടുപിടിക്കാം? √50 എന്ന് പറഞ്ഞാൽ 5 √2, √32 എന്ന് പറഞ്ഞാൽ 4 √2. 5 √2 4 √2 കൂട്ടിയാൽ 9 √2. ഓക്കെ, 9 √2. യെസ്, വിശക്കുന്നടാ. യെസ്, ഇന്നലെ 10ാം ക്ലാസ്സുകാർക്ക് ലൈവായിരുന്നു കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് ലൈവൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമല്ല, രാത്രി 11:30 ആയപ്പോൾ ലൈവ് കഴിഞ്ഞ് മാരത്തോണാണ്. അത് കഴിഞ്ഞ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ രാത്രി 2:30 3 മണിയായിട്ടുണ്ട് ഉറങ്ങാൻ. പിന്നെ രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോർണിംഗ് ക്ലാസ്സും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കടന്നുറങ്ങി. നിങ്ങൾ 10ാം ക്ലാസ്സുകാർ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഉറങ്ങി. ഒരു 8:30 ആകുമ്പോൾ ഉറങ്ങി. ചായ കുടിക്കാനുള്ളത് മൂടില്ലേ, വേഗം കടന്നുറങ്ങാനുള്ള മൂടി. കാരണം രാത്രി ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീറ്റത് 10 മണി ആരാ. പിന്നെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. ആ വീഡിയോ എടുത്ത് ഒരു 11 മണി ആരം ഫുഡ് കഴിക്കാൻ പോയി, ചായ കുടിക്കാൻ പോയി. അപ്പോൾ 11 മണി ആയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പത്തിരിയും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഉച്ച ആയപ്പോൾ വിശപ്പ് വന്നില്ല. അങ്ങനെ 2 മണി 3 മണി 4 മണി ആയപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന 5 മണിക്കാണ്. ഇപ്പോൾ വിശപ്പ് വരുന്നുണ്ട്. പെട്ടെന്ന് പള്ളേ കളി വിട്ടില്ലേ. നമുക്ക് വിശപ്പ് കൂടുമ്പോൾ വിശക്കൂല്ലേ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ മക്കളെ. നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാം. ഞാനടക്കമുള്ള എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സുകാരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകത എന്താണെന്നറിയോ? പഠിക്കുന്ന കുട്ടിക്കേ മാർക്ക് കിട്ടുള്ളൂ. അതായത് കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിക്കേ മാർക്ക് കിട്ടുള്ളൂ. അപ്പം അസ്ത്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറേ കുട്ടികൾക്ക് എക്സാം ടഫാണ്. ഈ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്കും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തരുന്നത്. ഇനി നിഞ്ച ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓഗസ്റ്റ് 23 വരെ ഈ ഓഫർ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ പൈസ കൊണ്ട് 3375 രൂപ ഒരു വർഷത്തേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും.
ജോയിൻ ചെയ്യുക കേട്ടോ. എഫേർട്ട് എടുക്കുന്നതിന് റിസൾട്ട് കിട്ടട്ടെ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അത് √50 മൈനസ് √32 ആണ്. √50 എന്നാൽ 5√2 മൈനസ് 4√2. അപ്പോൾ 5√2 നിന്ന് 4√2 കുറച്ചാൽ എന്ത് കിട്ടും? √2. സോ ഇത്ര ഫുൾ മാർക്ക്. ഓക്കെ, ഈ കാരണം A+ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു കിടിലം ക്വസ്റ്റ്യൻ, ഇതേ ടോപ്പിക് രീതിയിലുള്ള മറ്റൊരു കിടിലം ക്വസ്റ്റ്യൻ അത്. റൈറ്റ് ദ നാച്ചുറൽ നമ്പർ അഥവാ എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കുക. √12 × √27. നമുക്കറിയാം √12 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 3 ആണ്. √27 എന്ന് പറഞ്ഞാൽ എന്താ? 9 × 3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? √4 × 3 2√3 എന്ന് എഴുതാം. കാരണം √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2√3. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3√3. സോ എന്ത് കിട്ടും? 2 × 3 6 × √3 × √2 ദാറ്റ് ഈസ് 6√6. അപ്പോൾ അതായത് 3 ആട്ടോ. √3 × √3. √3 × √3 പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഈസ് 2 × 3 6. √3 × √3 പറഞ്ഞാൽ 3 ആണ്. √3² ദാറ്റ് ഈസ് 3. സോ 6 × 3 ദാറ്റ് ഈസ് 18 ആണ്. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. √1/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √1/12 × √4/27. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്തോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ടിന് നമ്മൾ തിരിച്ചും ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ √1 × 4 എന്ന് പറഞ്ഞാൽ 4. √12 × 27. ഓക്കെ, സോ √4 ഡിവൈഡഡ് ബൈ √12 × √27. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. സോ √4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. √12 × √27 എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആണ്. സോ ദ ആൻസർ ഈസ് 2/18. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു കിഡിലും ക്വസ്റ്റ്യൻ ആണ്, നല്ല ചെയ്ത മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ബുദ്ധിമുട്ടാണ്. സോ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇൻ ദ ഫിഗർ ആംഗിൾ A = 45 ഡിഗ്രി ആൻഡ് AB ആൻഡ് CD ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. AD = 4, BC = 8. ഈ കാണുന്ന നീളം 4, ഈ കാണുന്ന നീളം 8 ആണ്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ഫൈൻഡ് ആംഗിൾ ACD. ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇത് 90 ആണ്, 45 ആണ്, ഇത് 45 ഡിഗ്രിയാണ്. അത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് CD ആൻഡ് BD. CDയുടെ നീളം നമുക്കറിയാം, ഈ കാണുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിളാണ്. സോ CDയുടെ നീളം എത്രയായിരിക്കും? 4 തന്നെ ആയിരിക്കും. രണ്ടും ഈക്വൽ ആണ്. ആൻഡ് BDയുടെ നീളം കാണാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ഇത് 90 ആണ്, ഇത് 45 ആണ്, ഇത് 45 ആണ്, ഇത് 8 ആണ്, ഇത് 4 ആണ്. സോ BDയുടെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ്. BD ഈസ് ഈക്വൽ ടു √ ഹൈപ്പന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ 64 - 16. 64 - 16 വെച്ചാൽ 48 കിട്ടും അല്ലേ? √48. മക്കളെ √48 നമുക്ക് എന്ത് ചെയ്താം? √16 × 3 എന്ന് എഴുതാം. √16 × 3 പറഞ്ഞാൽ എത്രയാ? 48. സോ √16 പറഞ്ഞാൽ 4. സോ 4√3. സോ ഇതിന് ആൻസർ എത്ര? 4√3. എന്ത് രസമല്ലേ A+ ക്വസ്റ്റ്യൻസ് കാണാൻ. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാം. നമുക്കറിയാം ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ½ BH ആണ്. ½ ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. പാദം എന്ന് പറഞ്ഞാൽ എത്രയാ? 4 + 4√3 ആണ്. 4 + 4√3 ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? 8√3 എന്ന് എഴുതരുത്. ½ ഇൻറ്റു പാദം ഇൻറ്റു ഉയരം എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നിങ്ങൾക്ക് ഈ 4ഉം 2ഉം കട്ട് ചെയ്യാം. സോ 2 കിട്ടും. സോ ഇന ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ 2 × 4 8 + 2 × 4√3 8√3 എന്ന് എഴുതാം. ഇത്ര എഴുതാൽ ഫുൾ മാർക്കാണ്. ചതുരശ്ര സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ. ഒരു A+ പെർഫെക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മാരത്തോണിലേക്ക് വരിക. എല്ലാവരും അടിപൊളിയാകുക. എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. നമുക്ക് അടിപൊളിയാക്കണം. ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കായിട്ട് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.